ചാഴൂരിൽ താൽക്കാലിക തടയണയായ കമന്റോ മുഖം തകർന്നു. അരിമ്പൂർ ചേർപ്പ് പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീതിയിൽ. പടിയൂർ പുളിക്കരച്ചിറ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് പൊട്ടിച്ച് വെള്ളം ഒഴുക്കിവിട്ടു തുടങ്ങി. പുല്ലഴി ചെറിയ പാലത്തിൽ ചണ്ടിയും കുളവാഴിയും അടിഞ്ഞുകൂടി കിടക്കുന്നു. കോർപ്പറേഷൻ പരിധിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണി. പെട്രോൾ പമ്പിലെ ശുചിമുറികളെ സംബന്ധിച്ച് നിർണായക ഉത്തരവുമായി കേരള ഹൈക്കോടതി. സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപഭോക്താക്കൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്നും ഹൈക്കോടതി. ദേശീയപാത നെല്ലായി ജംഗ്ഷനിൽ സുരക്ഷിതമായ റോഡ് മുറിച്ചു കടക്കാനുള്ള സംവിധാനം ഒരുക്കാതെ അധികൃതർ. ട്രാഫിക് സിഗ്നൽ സംവിധാനമോ ഫുട് ഓവർ ബ്രിഡ്ജോ സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം കടലാസിലൊതുങ്ങി. തൃശൂർ കുന്നംകുളം റൂട്ടിൽ മുതുവറയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. കുരുക്ക് മുറുകി നിയന്ത്രണങ്ങൾ പാലിക്കാതെ ബസ്സുകൾ. യാത്രാ ദുരിതത്തിൽ സഞ്ചാരികൾ. നമസ്കാരം. വാർത്തകൾ വിശദമായി. ചാഴൂരിൽ താൽക്കാലിക തടയണയായ കമന്റോ മുഖം തകർന്നു. പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചു. അരിമ്പൂർ, ചാഴൂർ, ചേർപ്പ്, അന്തിക്കാട്, പാറളം പഞ്ചായത്തുകളിലുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീതിയിൽ. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലശ്ശേരി ചേരുന്നു. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? ഇന്ന് രാവിലെയാണ് താൽക്കാലികമായിട്ടുള്ള കമന്റോ മുഖത്തെ ഈ താൽക്കാലിക തടയണ പൊട്ടിയത്. ഇതിന്റെ ഭാഗമായി ഈ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ 5ഓളം പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളത്തിന്റെ നീരൊഴുക്ക് വർദ്ധിക്കുന്നു. ഇതോടുകൂടി ജനങ്ങളാകെ ഭീതിയിലാണ്. കാരണം വെള്ളക്കെട്ടിന്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് കനത്ത മഴയെ തുടർന്ന്. ഇതിന് ഒപ്പം തന്നെ ഈ താൽക്കാലിക തടയണ പൊട്ടിയതോടുകൂടി കൂടുതൽ ജലം ഇവിടേക്ക് ഒഴുകിയെത്തി ജനങ്ങളുടെ ജീവിതത്തിന് ദുസ്സഹമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും രാവിലെ തന്നെ ഈ വിഷയം ഉടലെടുത്ത അന്നേരം മുതൽ തന്നെ അവിടുത്തെ പ്രദേശവാസികളെല്ലാം തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. കാരണം വർഷങ്ങളായുള്ള അവരുടെ ആവശ്യമാണ് ഇത്തരത്തിൽ തടയണ താൽക്കാലികമായി നിർമ്മിക്കുന്നതിന് പകരം അവിടെ ശാശ്വതമായി ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ സ്ഥിരമായ ഒരു തടയണ നിർമ്മിക്കുക എന്നുള്ളത്. ഈ ആവശ്യങ്ങൾ കാലങ്ങളായി ഉന്നയിക്കുമ്പോഴും സാങ്കേതിക തടസ്സങ്ങളും മറ്റും പറഞ്ഞ് ഇപ്പോഴും അവിടെ താൽക്കാലിക തടയണയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതുപോലുള്ള കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ ഇത്തരത്തിൽ നീരൊഴുക്ക്, അതായത് കരുവന്നൂർ പുഴയുടെ ജലവിധാനത്തെ ആശ്രയിച്ചാണ് ഈ തടയണയുടെ നീരൊഴുക്ക് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ പുഴയിൽ എത്രത്തോളം ജലം വിധാനം കൂടുന്നു അതിനനുസരിച്ച് ഈ ബണ്ട് താൽക്കാലിക തടയണയിലേക്ക് അതിന്റെ ഒഴുക്കെത്തും. ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിലെ തടയണ വളരെ ഉയരം കുറഞ്ഞതും എന്നാൽ ഫലവത്തല്ലാത്ത രീതിയിലുമാണ് നിർമ്മിച്ചതെന്നുള്ള ആക്ഷേപവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇത് നിർമ്മിച്ച സമയത്ത് തന്നെ പ്രദേശവാസികൾ അടക്കമുള്ളവർ പറയുന്നുണ്ടായിരുന്നു ഇതിൽ കൃത്യമായ ഉയരം കൂട്ടി ബലം കൂട്ടി വേണം ഇത് നിർമ്മിക്കാൻ എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിലെ എസ്റ്റിമേറ്റിൽ അടക്കം അവർ അഴിമതി ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രളയ സാഹചര്യം, അതായത് കാലവർഷം ശക്തി പ്രാപിക്കാൻ സാഹചര്യത്തിൽ തന്നെ ഇത് പൊട്ടി എന്നുള്ളത് ജനങ്ങളിൽ വല്ലാത്ത ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. കാരണം താഴ്ന്ന പ്രദേശങ്ങളിലടക്കം ഏകദേശം 500ഓളം കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. ഇതിൽ ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് സ്ഥിരമായി തടയണ നിർമ്മിക്കുക എന്നുള്ളതാണ്. എന്തായാലും പ്രശ്നം ഉയർന്നതോടെ പ്രാദേശികമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ എത്തിയിരുന്നു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പർമാരും അടക്കമുള്ളവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയുണ്ടായി. തുടർന്ന് മണ്ഡലം MLA കൂടിയായ CC മുകുന്ദനും സ്ഥലത്തെത്തി. ഉടൻ തന്നെ കളക്ടറെ, ഇതിന്റെ എല്ലാം ഇറിഗേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങളുടെ എല്ലാം ഭരണാധികാരി ജില്ലാ കളക്ടർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നേരിൽ ഫോണിൽ വിളിച്ച് തന്നെ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ഇതിൽ കൃത്യമായ നടപടി ഉണ്ടാകണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. എന്തായാലും ഇതിൽ AE അടക്കം വിളിച്ചു വരുത്തി ഇതിൽ എന്താണ് ഇനി ചെയ്യാൻ കഴിയുക എന്നുള്ളത് സംബന്ധിച്ചുള്ള വിലയിരുത്തൽ നടത്തിയ ശേഷം ബണ്ട് ഈ താൽക്കാലിക തടയണ ഏത് വിധേനയെങ്കിലും അടയ്ക്കാനുള്ള ശ്രമങ്ങളാണ്, അതിനുള്ള നടപടികൾ എടുക്കാനാണ് ഇപ്പോൾ MLA അടക്കമുള്ളവർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ രാവിലെ നമ്മൾ പോയ സമയത്തുള്ളതിനേക്കാൾ കൂടുതൽ നീരൊഴുക്ക് പുഴയിൽ നിന്നും വെള്ളം ഈ പ്രദേശത്തേക്ക് ഒഴുകുകയാണ്. ആ സമീപത്തുള്ള താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളക്കെട്ടും രൂക്ഷമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള
പ്രതിസന്ധിയിലേക്കും വെള്ളക്കെട്ടിലേക്കും പ്രദേശവാസികളെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ 5ഓളം പഞ്ചായത്തുകളിലെ ജനങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ മാറ്റാതെ ഉടൻ തന്നെ ഇതിൽ നടപടിയാണ് പ്രദേശവാസികളും ജനങ്ങളും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. പ്രിയങ്ക. ശരി അഭിജിത്ത്. ചാഴൂരിൽ താൽക്കാലിക തടയണയായ കമന്റോ മുഖം തകർന്നു. പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചു വരികയാണ്. അരിമ്പൂർ, ഷാഴൂർ, ചേർപ്പ്, അന്തിക്കാട്, പാറളം പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീതിയിലാണ്. ജനങ്ങൾ ഒന്നടക്കം തന്നെ കടുത്ത ആശങ്കയിലാണ്. അധികൃതർ ഇതേ തുടർന്ന് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് തുടങ്ങിയ വിവരങ്ങളാണ് അഭിജിത്ത് അറിയിച്ചത്. കുറിച്ചിട്ടിട്ട് ഇതുവരെയായിട്ടും പണികൾ ഒന്നും നടന്നിട്ടില്ല. ആകെ 2 പേര് 3 പേര് വെച്ചിട്ടാണ് അവർ പണി നടക്കുന്നത്. ഇപ്പോൾ 1 മാസത്തിന് വേണ്ടിയിട്ടാണ് അടച്ചിട്ടിട്ട്, ഒരു ബൈക്ക് പോലും കടക്കാൻ പറ്റാത്ത രീതിയിൽ അടച്ചിട്ടിട്ട് പണി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷയം ഒരുപാട് കാലമായിട്ടുള്ളതാണ്. ഞാൻ MLA ഇപ്പോൾ വന്നതല്ല, മഴ പെയ്ത വിഷയമായി. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത പരിഹരിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ നമ്മളതിൻ്റെ ആവശ്യമായ രീതിയിൽ പഞ്ചായത്തൊക്കെ തിരുവല്ല പഞ്ചായത്ത് കൂടി ആലോചിച്ച് ആവശ്യമായ ഫണ്ട് സ്വരൂപിച്ച് കൊടുക്കണ്ടായി. അത് കെട്ടിയതാണ് ഇപ്പോൾ നിൽക്കുന്നത് കെട്ട്. ഇപ്പോൾ മഴ നമുക്കറിയാം, കാലവർഷക്കെടുതിയുടെ രൂക്ഷമായ സ്ഥിതിവിശേഷം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വെള്ളം 2 ഭാഗത്തുനിന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് കളക്ടറായിട്ട് സംസാരിച്ച ഉദ്യോഗസ്ഥൻ വന്ന് നോക്കണ്ടായി. അപ്പോൾ അവർ പറഞ്ഞത് 2 തരയിലും വെള്ളം ഈക്വലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ എപ്പോൾ വേണമെങ്കിലും അപ്പോൾ അത് പൊട്ടിച്ചാൽ തന്നെ വലിയ അപകടസ്ഥിതിയാണ്. എന്തായാലും അത് നോക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇത് ആഗമമായി വിഷയമുണ്ടായി. അപ്പോൾ ആ വിഷയത്തിൽ നമുക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ FRB ഷട്ടർ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് 46 ലക്ഷം രൂപയുടെ. അതിൻ്റെ നടപടികൾ നമുക്കറിയാമല്ലോ, സർക്കാരിൻ്റെ നടപടി അറിയാം. എന്തായാലും അത് പണിയുന്നതിന് മുമ്പ് വീണ്ടും ഇത് കെട്ടണമെങ്കിൽ ഈ പറഞ്ഞ പോക്കും അതല്ല, അവിടുത്തെ വെള്ളം നോക്കി അതിൻ്റെ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിലേക്ക്. അപ്പോൾ നമ്മൾ കളക്ടറോട് പറഞ്ഞു, കളക്ടർ ഇപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പരിശോധിച്ചിട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ നമ്മൾ തീരുമാനം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വലിയ വിഷയം എന്ന നിലയിൽ ഈ 3 പഞ്ചായത്തിലെ പ്രസിഡന്റുമാരെ വിളിച്ച് ഇവിടെയൊക്കെയാണ് വെള്ളം നിൽക്കണമെങ്കിൽ വിളിച്ച് ചർച്ച ചെയ്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അതിൻ്റെ അതോറിറ്റി ഉള്ളത് കളക്ടറാണ്. കളക്ടർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വൈകി പോകില്ല, പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ. പിന്നെ ഉള്ളത് ഇനി അഥവാ വെള്ളം വന്ന് കയറിയാൽ എന്താ ഉണ്ടാവുക, ക്യാമ്പ് ആരംഭിക്കലാണ്. ക്യാമ്പ് ഇപ്പോൾ ചേർപ്പിൽ ഇവിടെയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഈ ബണ്ട് നിർമ്മിക്കുന്നതിൻ്റെ ആലോചന യോഗം നടക്കുമ്പോൾ തന്നെ ഞങ്ങൾ അതിൽ ഈ യോഗത്തിൽ വെച്ച് പറഞ്ഞിരുന്നു 14 ലക്ഷം രൂപയാണ് ആദ്യം വകയിരുത്തിയത്. ഈ 14 ലക്ഷം രൂപ ഇതിന് വരില്ല, ഇത് ആകെ 2-3 ലക്ഷം രൂപ കൊണ്ട് ഇത് അവസാനിപ്പിക്കാവുന്ന പണിയുള്ളൂ എന്ന് അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവരത് കുറച്ചൊരു 4 ലക്ഷം കുറച്ചിട്ട് 10 ലക്ഷമാക്കി. 10 ലക്ഷം രൂപ വരെ പണി നടക്കുമ്പോഴും ഞങ്ങളിവിടെ വന്ന് നോക്കിയിരുന്നു. ഇവിടുത്തെ എത്ര മുളയിട്ടുണ്ട്, എത്ര ലോഡ് മണ്ണടിച്ചിട്ടുണ്ട്, എത്ര പനമ്പിട്ടുണ്ട്, കയറിൻ്റെയും മണ്ണ് വന്നതിൻ്റെ വരെ കണക്ക് ഞങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ കൂടി വന്ന ഒരു 3 ലക്ഷം രൂപ ഇതിന് ചിലവ് വരുള്ളൂ. ഇതിൽ നടന്നിട്ടുള്ള അഴിമതിനെ കുറിച്ചാണ് ഇനി അന്വേഷിക്കേണ്ടത്. അതിന് കൂട്ടുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി എടുക്കും വേണം. ഈ കരാറുകാരനെ കരിമ്പട്ടികയിൽ പെടുത്തിയിട്ട് ഇനി ഇറിഗേഷൻ്റെ പണികൾ കൊടുക്കാനും പാടില്ല. അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കളക്ടർ അടിയന്തര ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുപോകണം. മറ്റു വാർത്തയിലേക്ക്. ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രതിഷേധങ്ങൾക്കൊടുവിൽ പടിയൂർ പുളിക്കലച്ചിറ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് പൊട്ടിച്ച് വെള്ളം ഒഴുക്കിവിട്ടു തുടങ്ങി. പടിയൂർ പൂമംഗലം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിക്കലച്ചിറ പാലം നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. പാലം നിർമ്മാണത്തിനായി കെട്ടിയ താൽക്കാലിക ബണ്ട് മൂലം പഞ്ചായത്തിലെ 100ഓളം വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായതിനെ തുടർന്ന് പ്രദേശവാസികൾ ദിവസങ്ങളായി പഞ്ചായത്തിൽ സമരം ചെയ്തിരുന്നു. ജില്ലാ കളക്ടറും മന്ത്രി ആർ ബിന്ദുവും പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ യോഗങ്ങളെ തുടർന്ന് ബണ്ടിനടിയിലൂടെ കൂടുതൽ പൈപ്പുകളിട്ട് വെള്ളം കൂടുതൽ ഒഴുകിപ്പോകുന്നതിനായുള്ള നടപടി സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച രാവിലെ വെള്ളം ഒഴുക്കിവിടുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പൈപ്പും യന്ത്രസാമഗ്രികളും എത്തിയില്ല. ബണ്ടിന് സമീപം തടിച്ചുകൂടിയ പ്രദേശവാസികൾ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ JCB ഉപയോഗിച്ച് ബണ്ടിന്റെ 3 ഇടങ്ങളിലായി പൊളിച്ച് വെള്ളം കൂടുതൽ ഒഴുക്കിവിട്ടു. ഇവിടെ കൂടുതൽ പൈപ്പുകൾ സ്ഥാപിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിലവിൽ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കനത്ത മഴയിൽ കിഴൂർ കാക്കാതുരുത്ത് വെള്ളത്തിൽ മുങ്ങി. 30ഓളം കുടുംബങ്ങൾ പ്രതിസന്ധിയിൽ. ഈ പ്രദേശത്തിലേക്കുള്ള ഏക റോഡിൽ വെള്ളം നിറഞ്ഞ് വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. താമസിക്കുന്ന 30ഓളം കുടുംബങ്ങളിൽ പലരും വെള്ളപ്പൊക്ക ഭീഷണി കാരണം ബന്ധുവീടുകളിലേക്ക് താമസം മാറി. 2018 വലിയ വെള്ളപ്പൊക്കത്തിലാണ് കാക്കാതുരുത്ത് ആദ്യമായി മുങ്ങിയത്.
കോൾപടവുകളിലെ സ്ലൂയിസുകൾ തുറന്നിടുവാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ചാഴൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ചാഴൂർ സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷത വഹിച്ചു. സുനിൽ ലാലൂർ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജോഷി ആലപ്പാട്ട്, വൈസ് പ്രസിഡന്റുമാരായ അശോക് കോമത്ത് കാട്ടിൽ, PK പരമേശ്വരൻ, ചാഴൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PK ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. ചാഴൂർ പഞ്ചായത്തിലെ പുറത്തൂർ പടവ്, ആലപ്പാട്ട് പടവ്, പുള്ളുപടവ് എന്നീ പാടശേഖരങ്ങളിൽ സ്ലൂയിസുകളിൽ എല്ലാം തന്നെ അടച്ചിട്ട് മത്സ്യകൃഷി ചെയ്യുന്നതിനാൽ പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് നിലനിൽക്കുന്നതായി TCB നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാനയുടെ തകർച്ചയും അശാസ്ത്രീയ നിർമ്മാണവും കാരണം വെള്ളക്കെട്ടിൽ വലഞ്ഞ് 12ഓളം കുടുംബങ്ങൾ. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ 12ാം വാർഡ് തിരുമംഗലം ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്നവരാണ് വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലായത്. കാന നിർമ്മാണത്തിലെ അപാകത മൂലം മഴക്കാലമായാൽ പ്രദേശത്തെ 1/2 കിലോമീറ്ററോളം ദൂരത്തെ മാലിന്യങ്ങളും വെള്ളവും ചെന്നെത്തുന്നത് ഇവർ താമസിക്കുന്ന വീടുകളുടെ സമീപത്തുള്ള കുളത്തിലേക്കാണ്. ഇതോടെ വീടുകൾക്ക് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെടുകയും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും ബുദ്ധിമുട്ടാവുകയും വീടുകളുടെ ബലക്ഷയത്തിന് കാരണമാകുന്നതായും ഇവർ പറയുന്നു. അധികം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഏരിയ മുട്ടിന്റെ മേലെ വെള്ളം നിറഞ്ഞു ഏകദേശം ഈ സറൗണ്ടിങ് 1 കിലോമീറ്ററിനകത്തുള്ള വെള്ളം അകത്തുനിന്നല്ല ചിലപ്പോൾ പുറത്തുനിന്നുള്ള മൊത്തം ഏരിയക്ക് കാനയുടെ ഒരു പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ഇല്ലാത്ത കാരണം ഈ വെള്ളമൊക്കെ ഇങ്ങോട്ട് വരിക. തിരിച്ച് പോകണതാണെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ടാണ്. മഴക്കാലം തീർന്നാൽ കുറേ നാളത്തോളം ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. മാത്രമല്ല വെള്ളം കൂടി വന്നിട്ട് ടോയ്ലറ്റ് കക്കൂസ് റിങ്ങിൻ്റെ ഒക്കെ മേലേക്ക് നിൽക്കും. അപ്പോൾ വെള്ളം ഓട്ടോമാറ്റിക്കലി വെള്ളം വേസ്റ്റ് കക്കൂസ് മാലിന്യം വരെ ഏരിയ മൊത്തം നടക്കും. ഇപ്പോൾ ഈ അടുത്ത് ഉള്ള എല്ലാവർക്കും സ്കൂൾ കുട്ടികളാണെങ്കിലും മുതിർന്ന ആൾക്കാർക്കാണെങ്കിലും പുറത്ത് പോകാനും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കര പ്രശ്നമാണ്. കുളത്തിലെത്തുന്ന മാലിന്യങ്ങൾ വീടുകൾക്ക് ചുറ്റും നിറയുന്നത് പകർച്ചവ്യാധികൾക്ക് കാരണമാകുമെന്ന ഭീതിയിലാണ് ഇവിടത്തുകാർ. നടവഴിയായി ഉപയോഗിക്കുന്ന കാനയുടെ മുകളിൽ സ്ലാബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും തകർന്ന് കാനയിൽ വീണ് വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതും വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട്. ഇതോടെ സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ വെള്ളക്കെട്ടിലൂടെ സഞ്ചരിച്ച് വേണം റോഡിലേക്ക് എത്തണമെങ്കിൽ. നിലവിലുള്ള കാനയുടെ നീളം കൂട്ടി സമീപത്തെ ഒറ്റഞ്ഞാവൽ പോളക്കിൻ റോഡിലെ കാനയിലേക്കോ നീലാരിത്തോടുമായി ബന്ധിപ്പിക്കുകയോ ചെയ്താൽ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാനപണി ആരും പ്രോപ്പറായിട്ട് ചെയ്യാത്ത കാരണം അതൊരു മെയിൻ്റനൻസ് എടുക്കില്ല കറക്റ്റായിട്ട്. ലാസ്റ്റ് ഒരു മെയിൻ്റനൻസ് കൊടുത്തപ്പോൾ 6 ലക്ഷം രൂപ നമുക്ക് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതെടുത്തത് വർക്ക് നടന്നിട്ടില്ല. ഇത്രയും വെള്ളമായിട്ട് പിന്നെ ഇപ്പം എന്തെങ്കിലും ഒന്നും ചെയ്യാനും പറ്റൂല. ഇത്രയും മഴ പെയ്ത് കണ്ടില്ലേ, ഇപ്പൊ തുടങ്ങിയിട്ടുള്ള മഴ തുടങ്ങുമ്പോഴത്തേന് ഇത്രയും വെള്ളക്കെട്ടായി. ശരിക്കും ഒരു മഴ വന്നു കഴിഞ്ഞാൽ മുങ്ങിപ്പോവും. ആകെ മുള്ളമ്മണ്ണൊക്കെ മാന്തി പൊളിഞ്ഞ് കിടക്കാണ് അവിടെ ഇവിടെ ഒക്കെ. കാനയുടെ പുനർനിർമ്മാണത്തിനായി പണം വകയിരുത്തിയിട്ടുള്ളതായി വാർഡ് മെമ്പർ പറയുന്നുണ്ടെങ്കിലും ഒരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. എത്രയും പെട്ടെന്ന് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടാവണം. 4 ലക്ഷം ഇവിടെ പാസ്സാക്കി വെച്ചെന്ന് പറഞ്ഞു. ടെൻഡർ എടുക്കാൻ ആളെ കിട്ടിയില്ല, റീടെൻഡർ വെച്ചു. എന്നിട്ട് എന്തായെന്നുള്ള അറിയില്ല. മഴ സീസണിൽ ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. എത്രയും വേഗം കാനയുടെ പുനർനിർമ്മാണം നടത്തി തങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തൃപ്രയാർ. തൃശൂർ പുല്ലഴി ചെറിയ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴിയും നീക്കാൻ ഇറിഗേഷൻ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. കോർപ്പറേഷൻ പരിധിയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ട് ഭീഷണിയിലായിട്ടും അധികൃതരുടെ മൗനം തുടരുന്നു. കനാൽ ബണ്ടും അപകട ഭീഷണിയിലാണ്. തെക്കേ പുല്ലഴി KLDC കനാലിന്റെ ചെറിയ പാലത്തിലാണ് മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും വലിയ തോതിൽ ചണ്ടിയും കുളവാഴയും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നത്. പെരിങ്ങാവ്, കുറിഞ്ഞായിക്കൽ, അയ്യന്തോൾ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും വെട്ടിയിട്ട കുളവാഴകളും ചണ്ടിയുമാണ് പുല്ലഴി ചെറിയ പാലത്തിന്റെ തൂണുകളിൽ വന്നടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് TCB കഴിഞ്ഞ മാസം 30-ന് വാർത്ത നൽകിയിരുന്നു. ഇറിഗേഷൻ വകുപ്പ് അധികൃതരുടെയോ ജില്ലാ ഭരണകൂടത്തിന്റെയോ ഭാഗത്തുനിന്ന് പ്രശ്നപരിഹാരത്തിനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിനാൽ കോൾപടവിന്റെ ബണ്ട് ഏതു നിമിഷവും തകർന്ന് വലിയ നഷ്ടമുണ്ടാകാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തൃശൂർ ഇറിഗേഷൻ ഓഫീസിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കുളവാഴകൾ നീക്കം ചെയ്യാനുള്ള ടെൻഡർ അയച്ചിട്ടുണ്ടെങ്കിലും സൂപ്രണ്ട് എഞ്ചിനീയറുടെ അന്തിമ ഉത്തരവ് ഇനിയും ലഭിച്ചില്ലെന്ന് പറയുന്നു.
അടിയന്തരമായി കുളവാഴകൾ നീക്കിയില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിന് ഇടയാകുമെന്ന് പുല്ലഴി ഡിവിഷൻ കൗൺസിലർ കെ രാമനാഥൻ പറഞ്ഞു. ചെറുപാലത്തിന്റെ തൂണുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കുളവാഴകൾ നീക്കം ചെയ്യണമെന്ന് മെയ് മാസം 26-ാം തീയതി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അധികൃതരോട് ഞാൻ പറഞ്ഞിരുന്നതാണ്. ഇന്നലെ വരെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നടപടിയൊന്നും ആയിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നും കിട്ടിയ മറുപടി. ഇത് എല്ലാ വർഷമുള്ള ഒരു പ്രക്രിയയായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഈ കുളവാഴകൾ ഇങ്ങനെ അടഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് വെള്ളം കയറി ഇവിടുത്തെ കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയിലാണ്. അത് തന്നെയല്ല, കോൾപ്പടവിലെ ബണ്ടുകൾക്ക് ഇത് ഭീഷണിയാണ്. ഇപ്പോൾ തന്നെ അയ്യന്തോൾ, പൂങ്കുന്നം, ഉദയനഗർ, ചെമ്പുക്കാവ് ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി ഈ കുളവാഴകൾ നീക്കം ചെയ്തില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്ക് ഈ പ്രദേശത്തെ കൊണ്ടുപോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും കോർപ്പറേഷൻ പരിധിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കാര്യമായ യാതൊരു മുൻകരുതലും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകാത്തതിനാൽ പതിവ് പോലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് ഭീഷണി രൂക്ഷമായി തുടരുകയാണ്. കാനകളിലും തോടുകളിലും അടിഞ്ഞുകൂടിയ മണ്ണുകൾ നീക്കം ചെയ്യാത്തതാണ് ഇത്തവണയും പ്രതിസന്ധി രൂക്ഷമാക്കിയത്. TCV ന്യൂസ്, തൃശൂർ. പെട്രോൾ പമ്പിലെ ശുചിമുറികളെ സംബന്ധിച്ച് നിർണായക ഉത്തരവുമായി കേരള ഹൈക്കോടതി. സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപഭോക്താക്കൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്ന് ഇടക്കാല ഉത്തരവാണ് ഹൈക്കോടതി പുറത്തിറക്കിയിരിക്കുന്നത്. പെട്രോൾ പമ്പുകളിലെ ശുചിമുറി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന സർക്കാർ വിജ്ഞാപനം തടഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. ദേശീയപാതയിൽ പലയിടത്തും അടിപ്പാതകൾ അനുവദിച്ചിട്ടും നെല്ലായി ജംഗ്ഷനിൽ സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാനുള്ള സംവിധാനം ഒരുക്കാൻ അധികൃതർക്കായിട്ടില്ല. അടിക്കടി അപകടങ്ങൾ ഉണ്ടാകുന്ന ഇവിടെ ട്രാഫിക് സിഗ്നൽ സംവിധാനമോ ഫുട് ഓവർ ബ്രിഡ്ജോ സ്ഥാപിക്കണമെന്ന ആവശ്യം പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ദേശീയപാത 4 പാതയാക്കി നവീകരിച്ച കാലം മുതൽ നെല്ലായി ജംഗ്ഷനിൽ പ്രദേശവാസികൾ റോഡ് മുറിച്ചു കടക്കുന്നത് ജീവൻ പണയം വെച്ചാണ്. ഒട്ടേറെ അപകട മരണങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നിരന്തരം വാഹനങ്ങൾ ചീറിപ്പായുന്ന ദേശീയപാത മുറിച്ചു കടക്കാൻ പ്രായം ചെന്നവരും സ്കൂൾ കുട്ടികളുമാണ് ഏറെ വിഷമിക്കുന്നത്. പറപ്പൂക്കര പഞ്ചായത്തിലെ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായ നെല്ലായിയിലാണ് പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാൾ, നെല്ലായി വില്ലേജ് ഓഫീസ്, നെല്ലായി സബ് രജിസ്ട്രാർ ഓഫീസ് എന്നീ സ്ഥാപനങ്ങൾ ഉള്ളത്. പന്തല്ലൂരിലുള്ള പറപ്പൂക്കര പ്രാഥമികാരോഗ്യ കേന്ദ്രം, മൃഗസംരക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിലേക്കും നെല്ലായി ജംഗ്ഷനിലൂടെ വേണം എത്തിച്ചേരാൻ. വയലൂർ, ആലത്തൂർ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് കൊടകര, ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകാനായി നെല്ലായി ബസ് സ്റ്റോപ്പിൽ എത്തണമെങ്കിലും ദേശീയപാത മുറിച്ചു കടക്കണം. ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്തുള്ളവർക്ക് പുതുക്കാട്, തൃശൂർ, മണ്ണുത്തി ഭാഗങ്ങളിലേക്കുള്ള ബസ്സിൽ കയറണമെങ്കിലും ഏറെ പണിപ്പെട്ട് റോഡ് മുറിച്ചു കടക്കണം. ദേശീയപാത 4 പാതയാക്കിയ ശേഷം നെല്ലായി ജംഗ്ഷനിൽ നടന്നിട്ടുള്ള അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 30-ലേറെയാണെന്നാണ് അനൌദ്യോഗിക കണക്ക്. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനും കാൽനടക്കാരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടി ഇവിടെ ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കണമെന്ന് വർഷങ്ങളായി ജനങ്ങൾ ആവശ്യപ്പെട്ടു വരുന്നുണ്ടെങ്കിലും ഈ ആവശ്യം അധികൃതർ ഇനിയും അംഗീകരിച്ചിട്ടില്ല. കാൽനടയാത്രക്കാർക്കായി ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും അതും നടപ്പായില്ല. വാഹനങ്ങളും കാൽനടയാത്രക്കാരും ദേശീയപാത മുറിച്ചു കടക്കുന്ന ജംഗ്ഷനാണെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ബ്ലിങ്കിംഗ് ലൈറ്റുകൾ മാത്രമാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. പേരാമ്പ്ര, ആമ്പല്ലൂർ തുടങ്ങിയ ജംഗ്ഷനുകളിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുകയും മറ്റു പലയിടങ്ങളിലും അടിപ്പാതകൾ പരിഗണിക്കപ്പെടുകയും ചെയ്തിട്ടും നെല്ലായിലെ ദുരിതം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നതിൽ ജനങ്ങൾക്ക് അമർഷമുണ്ട്. കുറഞ്ഞത് ട്രാഫിക് സിഗ്നൽ സംവിധാനമോ ഫുട് ഓവർ ബ്രിഡ്ജോ സ്ഥാപിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. TCV, കൊടകര. തൃശൂർ കുന്നംകുളം റൂട്ടിൽ മുതുവറയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക്. റോഡ് നിർമ്മാണ പ്രവൃത്തികൾ പാതിവഴിയിൽ നിർത്തിവെച്ചതിനെ തുടർന്നാണ് കുരുക്ക് രൂപപ്പെട്ടത്. കുരുക്ക് കുന്നംകുളം ഭാഗത്തേക്ക് അമലാനഗർ വരെയും പുഴയ്ക്കൽ ഭാഗത്ത് അയ്യന്തോൾ പഞ്ചിക്കൽ വരെയും നീണ്ടു. വാഹനങ്ങൾ നിയന്ത്രിക്കാൻ നിരവധി പോലീസുകാരെ നിയമിച്ചിട്ടുണ്ടെങ്കിലും കുരുക്കഴിക്കാൻ സാധിക്കുന്നില്ല. ഇതിനിടയിലൂടെ വഴിതെറ്റിച്ചെത്തുന്ന സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും കുരുക്ക് രൂക്ഷമാക്കുകയാണ്. 1 മണിക്കൂറിലധികം സമയമാണ് വാഹനങ്ങൾ ഇവിടെ കുരുങ്ങിക്കിടക്കുന്നത്. നിലമ്പൂർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നാളെ നടക്കും. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ സ്ഥാനാർത്ഥികൾ വിജയപ്രതീക്ഷയിലാണ്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 2,32,000 വോട്ടർമാർ വിധിയെഴുതും. ജൂൺ 23-നാണ് വോട്ടെണ്ണൽ. ഗുരുവായൂർ സ്വദേശി കോവിഡ് ബാധിച്ച് മരിച്ചു. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ കോട്ടപ്പടി പുന്നത്തൂർ റോഡിൽ അമ്പലത്തു വീട്ടിൽ പണ്ടാരത്തിൽ ഹാഷിം ചാവക്കാടിന്റെ മകൻ ഫിറോസ് ഹാഷിമാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. കോവിഡ് ബാധിച്ച് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയാണ് മരിച്ചത്.
കഴിഞ്ഞ ദിവസം മറ്റത്തൂർ മുപ്ലി വനത്തിൽ കണ്ടെത്തിയ മൃതദേഹം കൊരൈച്ചാൽ സ്വദേശി വർഗീസിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. മൃതദേഹത്തിനരികിൽ നിന്ന് കിട്ടിയ വസ്ത്രവും ബെൽറ്റും മുൻവശത്തെ പല്ല് നഷ്ടപ്പെട്ടിട്ടുള്ളതും നോക്കിയാണ് തിരിച്ചറിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു. മുപ്ലിയിലുള്ള പിതൃഭവൻ വൃദ്ധമന്ദിരത്തിലായിരുന്നു ഇയാളെ 1 മാസം മുൻപ് കാണാതായിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരുന്ന മധ്യവയസ്കൻ മരിച്ചു. മതിലകം ഒന്നാംകല്ല് വടക്ക് വശം കൈതക്കാട്ട് 53 വയസ്സുള്ള ഷോബിയാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രിയാണ് പടിഞ്ഞാറെ വെമ്പലൂർ അസ്മാബി കോളേജിനടുത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം നടന്നത്. ഗുരുതരമായ പരിക്കേറ്റതിനെ തുടർന്ന് കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. പച്ചക്കറിക്കടയിലെ തൊഴിലാളിയായിരുന്നു ഷോബി. അപകടത്തിൽ പരിക്കേറ്റ മൂന്ന് പേർ ചികിത്സയിലാണ്. പെരിഞ്ഞനം ചക്കരപ്പാടത്ത് യുവാവിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചക്കരപ്പാടം പടിഞ്ഞാറ് എറാട്ട് വീട്ടിൽ വാസുവിന്റെ മകൻ 41 വയസ്സുള്ള വിനീഷാണ് മരിച്ചത്. വീട്ടിൽ തനിച്ചായിരുന്നു വിനീഷിനെ. പുറത്ത് കാണാതായതിനെ തുടർന്ന് ബന്ധുക്കളെത്തി വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് അടുക്കള ഭാഗത്ത് മരിച്ചു കിടക്കുന്നതായി കണ്ടത്. ഭാര്യയുമായി വേർപിരിഞ്ഞതിനു ശേഷം വിനീഷും അമ്മയുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം അമ്മ സഹോദരിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. എരുമപ്പെട്ടി കടങ്ങോട് മിൽ സെന്ററിന് സമീപം നായ കുറുകെ ചാടിയതിനെ തുടർന്ന് വീണ് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പാറപ്പുറം ആളൂർ വീട്ടിൽ മധുസൂദൻ ആണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇയാളെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചിറനെല്ലൂരിൽ മിനി ലോറി തട്ടി ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ബൈക്ക് യാത്രികന് പരിക്ക്. മുണ്ടൂർ കിരാലൂർ സ്വദേശി പ്രണവിനാണ് പരിക്കേറ്റത്. ഇയാളെ അമലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എളവള്ളി പഞ്ചായത്തിലെ രൂക്ഷമായ വെള്ളക്കെട്ടിനെതിരെ BJP പ്രതിഷേധ മാർച്ച് നടത്തി. സംസ്ഥാന അധ്യാപക സെൽ കോർഡിനേറ്റർ പ്രിന്റു മഹാദേവ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VV അനീഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കമ്മിറ്റി അധ്യക്ഷൻ MR വിശ്വൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രവീൺ പറങ്ങനാട്ട്, PG സുധീർ, സൗമ്യ, രതീഷ്, രാജി മണികണ്ഠൻ, PM ധനീഷ് എന്നിവർ സംസാരിച്ചു. ചെറുതുരുത്തി കോഴിമാം പറമ്പ് കുളത്തിന് സമീപത്തുനിന്ന് 8 അടി വലിപ്പമുള്ള 2 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. നാട്ടുകാരാണ് കുളത്തിന് സമീപം കുറ്റിക്കാട്ടിൽ 8 അടിയോളം വലിപ്പമുള്ള കഞ്ചാവ് ചെടി 2 എണ്ണം കണ്ടെത്തിയത്. വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ മധുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി കഞ്ചാവ് ചെടികൾ കസ്റ്റഡിയിലെടുത്തു. മഹാത്മാ അയ്യൻകാളി സ്മൃതി ദിനം മറ്റത്തൂർ മണ്ഡലം ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലി ആൽത്തറക്കലിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൊള്ളിവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. ഷാഫി കല്ലുപറമ്പിൽ, ലിൻഡോ പള്ളിപ്പറമ്പൻ, ഷൈനി ബാബു, AM ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം 1ാം വർഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കൂൾ തല പ്രവേശനോത്സവം അയ്യന്തോൾ GHSSൽ നടന്നു. പ്രവേശനോത്സവം എഴുത്തുകാരി ഡോക്ടർ C മഞ്ജു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. HHSS വിഭാഗം പ്രിൻസിപ്പാൾ AK അനീന, സീനിയർ അസിസ്റ്റന്റ് ഷാജൻ ബാബു, VHSSE വിഭാഗം പ്രിൻസിപ്പാൾ ഇൻചാർജ് ശാലിനി, HS വിഭാഗം ഹെഡ്മാസ്റ്റർ രാജു, PTA വൈസ് പ്രസിഡന്റ് CD ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. അളഗപ്പനഗർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം സോപാന സംഗീതൻ ഞരളത്ത് ഹരിഗോവിന്ദൻ നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക സിനി M കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. കലാസാഹിത്യവേദി കൺവീനർ മഞ്ജുഷ മാത്യു, സ്റ്റാഫ് സെക്രട്ടറി T പുഷ്പ, TG രേഖ, ഗോകുൽ ഗോപൻ, MP സതീഷ് എന്നിവർ സംസാരിച്ചു.
ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് മണ്ടിയുടെ നിര്യാണത്തിൽ തൃശൂരിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. INTUC ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ KN നാരായണൻ, ജോൺസൺ ആവോക്കാരൻ, യങ് വർക്കേഴ്സ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് വിനീഷ് തണ്ടാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പാറമേക്കാവ് ദേവസ്വം ഭരണസമിതി സെക്രട്ടറിയായി കിഴക്കുംപാട്ടുകര സ്വദേശി സന്തോഷ് കുമാറിനെ തെരഞ്ഞെടുത്തു. PV നന്ദകുമാർ രാജിവെച്ച സാഹചര്യത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. കിഴക്കുംപാട്ടുകര വേണാട്ടുമനയിൽ VN ഹരിയെയും തെരഞ്ഞെടുത്തു. ഗാസയിലെ ഇസ്രയേൽ മനുഷ്യക്കുരുതിക്കെതിരെ LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. ചാവക്കാട് മുല്ലത്തറയിൽ നിന്ന് ആരംഭിച്ച ഐക്യദാർഢ്യ റാലിയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഐക്യദാർഢ്യ സദസ്സ് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷനായി. CPI സംസ്ഥാന കമ്മിറ്റി അംഗം VS സുനിൽകുമാർ, LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, NCP സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ, കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് CT ജോഫി, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M ബാലാജി, TV ഹരിദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. പാവറട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ സ്റ്റേഷൻ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കായി തൃശൂർ സിറ്റി പോലീസിന്റെ കരുതൽ ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമായി. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ നടന്ന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം പാവറട്ടി SI R റജിൻ രാജ് നിർവഹിച്ചു. PTA പ്രസിഡന്റ് ജിൻഡോ ജോസ് തൊറാട്ടിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ MK സൈമൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ TM ജിതിൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും തൃശൂർ ജില്ലാ പോലീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഗിന്നസ് സത്താറിന്റെ കുഞ്ഞു പുസ്തകങ്ങളുടെ സൗജന്യ വിതരണം 1,00,000 കോപ്പിയിലേക്ക്. പുസ്തക വിതരണം ശ്രേണിയിലെ 6ാമത്തെ സമാഹാരമായ ആദൂർ കവിതകളുടെ 15,000 കോപ്പികൾ പുസ്തക പ്രേമികൾക്ക് വിതരണം ചെയ്യുമെന്ന് സംഘാടകർ തൃശൂരിൽ പറഞ്ഞു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഹൈമാസ് ലൈറ്റും തെരുവ് വിളക്കും കത്താത്തതിൽ പ്രതിഷേധിച്ച് BJP എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി മങ്ങാട് സെന്ററിൽ പന്തം കൊളുത്തി സമരം നടത്തി. എരുമപ്പെട്ടി മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി രാജേഷ് കുട്ടഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷനായി. മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി, സതീശൻ ചേറ്റുട്ടി, മനീഷ് വള്ളിക്കാട്ടിരി, ഉദയൻ, വന്ദന എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ബ്ലോക്ക് ക്ഷീരസംഗമം സ്വാഗത സംഘരൂപീകരണ യോഗം കല്ലമ്പാറയിൽ നടന്ന യോഗത്തിൽ തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. CV സുനിൽകുമാർ, A സുരേഷ് കുമാർ, NR രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പാറമേൽപ്പടി വായനശാലയിൽ നടന്ന ആദരം M പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് M അയ്യാവു അധ്യക്ഷത വഹിച്ചു. കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PM അനീഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ കടമ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി തിരുവില്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രം കുഴൽമന്നം
പുൽപ്പുരമന്നം ഭരതക്ഷേത്രം, കുന്നത്തൂർ ശത്രുഘ്ന ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന നാലമ്പല യാത്രയുടെ ഭാഗമായുള്ള യോഗം ചേർന്നു. ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ നടന്ന യോഗത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പി ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ കെ സുനിൽ കർത്ത, തിരുവില്ലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ കല തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഔഷധ സസ്യകൃഷി കർഷകർക്ക് പരിശീലനം നൽകി. വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കുന്നതിനായാണ് നടന്ന ഔഷധ സസ്യകൃഷിയിലൂടെ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കും. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠ തിരുനാളിന്റെ കൊടിയേറ്റം വികാരി ഫാദർ ജോഷി ആളൂർ നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ, ഫാദർ ഷോജോ മന്നാടിക്കൽ, ഡീക്കൻ ബിൻസ് മുട്ടത്തിൽ എന്നിവർ സഹകാർമ്മികരായി. ഈ മാസം 26, 27 തീയതികളിലാണ് തിരുനാൾ. 26-ന് വൈകിട്ട് 6-ന് നടക്കുന്ന കൂടുതൂർക്കൽ ചടങ്ങുകൾക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് ഖോന്നിക്കര കാർമ്മികത്വം വഹിക്കും. 27-ന് രാവിലെ 10-ന് നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോൺ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ നേർച്ചയൂട്ടം ഉണ്ടാകും. ചാഴൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ പഞ്ചായത്ത് അംഗം MK ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് നെയ്സൻ പൌലോസ്, സ്കൂൾ മാനേജർ ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, NSS പ്രോഗ്രാം ഓഫീസർ ഷൈനി, PTA പ്രസിഡന്റ് കവിത കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ നാഷണൽ സർവീസ് സ്കീമിന്റെ ലഹരി വിരുദ്ധ സന്ദേശമടങ്ങിയ നോട്ട് പുസ്തക പ്രകാശനം വാർഡ് മെമ്പർ MK ഷൺമുഖൻ നിർവഹിച്ചു. പട്ടിക്കാട് വഴുക്കുംപാറ നടുച്ചിറയിൽ ജനവാസ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാനകൾ കൃഷിനാശം വരുത്തിയ പ്രദേശം DCC എക്സിക്യൂട്ടീവ് അംഗം KC അഭിലാഷിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. വനം വകുപ്പും പഞ്ചായത്തും ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള വൈദ്യുതി വേലിയുടെ പ്രവർത്തനം തകരാറിലായിട്ടും തകരാർ പരിഹരിക്കാൻ വനം വകുപ്പ് തയ്യാറായിട്ടില്ല. ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന കാട്ടാന ശല്യത്തിന് പരിഹാരം കാണുവാനോ പുതിയ വൈദ്യുതി വേലി സ്ഥാപിക്കുവാനോ മണ്ഡലം MLA കൂടിയായ മന്ത്രി K രാജൻ തയ്യാറായിട്ടില്ലെന്നും DCC എക്സിക്യൂട്ടീവ് അംഗം KC അഭിലാഷ് പറഞ്ഞു. എളവള്ളി പഞ്ചായത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തുന്ന സമരങ്ങൾ രാഷ്ട്രീയ ആഭാസമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു. മഴക്കാലത്തിന് മുൻപേ തന്നെ പഞ്ചായത്തിലെ കൊച്ചിൻ ഫോണ്ടിയോർ തോട്, കോഴിത്തോട് എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് അനുവദിച്ച് ടെൻഡർ നടപടികൾ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വാർഡുകളിലും കാനകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 20,000 രൂപ വീതം അനുവദിച്ചിട്ടുമുണ്ട്. വീടുകളിൽ വെള്ളം കയറുന്നത് മൂലം ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ളതാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. മഴയും ആ മഴയുടെ ഭാഗമായി എല്ലാ തോടുകളും കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൻ്റെ ഭാഗമായി എളവള്ളി ഗ്രാമപഞ്ചായത്തിലും വലിയ വെള്ളക്കെട്ടും രൂപപ്പെടുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് വൃത്തിയാക്കുന്നതിന് വേണ്ടി 4 കിലോമീറ്റർ ദൂരം വൃത്തിയാക്കുന്നതിന് വേണ്ടി 3 ലക്ഷം രൂപയുടെ പദ്ധതി അംഗീകാരം വാങ്ങി കഴിഞ്ഞ 21-ാം തീയതി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് 28-ാം തീയതി അതിന് ടെൻഡർ തുറക്കാൻ പോവുകയാണ്. ഓരോ വാർഡുകളിലും ഉണ്ടാകുന്ന ചെറിയ കാനകളും മറ്റും വൃത്തിയാക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ 16 മെമ്പർമാർക്കും 20,000 രൂപ വെച്ചുകൊണ്ട് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യ ഗഡു 10,000 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പണി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് മറ്റു രണ്ടാമത്തെ ഗഡുവും നമ്മൾ അനുവദിക്കുകയാണ്. കൊടുങ്ങല്ലൂർ നഗരസഭ ചാപ്പാറ ക്രിമിറ്റോറിയത്തിലെ സംസ്കരണ യൂണിറ്റുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രതീകാത്മക ശവമഞ്ചയാത്ര നടത്തി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ ഉദ്ഘാടനം ചെയ്തു. BJP കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് KA സുനിൽകുമാർ, ON ജയദേവൻ, രശ്മി ബാബു, KS ശിവറാം, വിനീത ടിങ്കു എന്നിവർ നേതൃത്വം നൽകി.
ആളുകൾ വരുന്ന ഏകദേശം 1 ലക്ഷം വരുന്ന ആളുകളാണ് കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് താമസിക്കുന്നത്. നിരവധി മരണങ്ങൾ ഒരു ദിവസം, പ്രത്യേകിച്ച് മഴക്കാലത്ത് 2 സെന്റ് 3 സെന്റ് താമസിക്കുന്ന ആളുകൾക്ക് അത് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളില്ല. ഇപ്പോൾ നഗരസഭാ പ്രദേശത്തുള്ള ബോഡികൾ മാത്രമല്ല, അടുത്ത പ്രദേശങ്ങളായിട്ടുള്ള എസ്എംപുരം അതുപോലെ തന്നെ ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടന്നു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാജേഷ് ശേഖരൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ M പ്രവീൺ, സ്കൂൾ മാനേജർ പ്രസന്നകുമാർ കളത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KB സുരേഷ് ഏങ്ങണ്ടിയൂർ, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വലൂർ യുവൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന തായം കളി മത്സരത്തിൽ പൊറളങ്ങളക്കോട് ടീം ചാമ്പ്യന്മാരായി. വിജയികളായ പൊറങ്ങളക്കോട് ടീം സമ്മാനത്തുകയായ 1.5 ലക്ഷം രൂപയും ട്രോഫിയും ഏറ്റുവാങ്ങി. 2ാം സ്ഥാനക്കാരായ വെള്ളറക്കാട് ടീം 1/4 ലക്ഷം രൂപയും ട്രോഫിയും ഏറ്റുവാങ്ങി. 3ാം സ്ഥാനക്കാരായ ഗുരുവായൂർ ടീമിന് 10,000 രൂപയും ട്രോഫിയും സമ്മാനിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബാലാജി M പാലിശ്ശേരി ഫൈനൽ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് KB സലീഷ് അധ്യക്ഷനായി. വാർഡ് മെമ്പർ PA മുസ്തഫ സമ്മാനദാനം നിർവഹിച്ചു. മലബാർ ദേവസ്വം മലപ്പുറം ഡിവിഷൻ അംഗം R ജയകുമാർ, CD ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഷീബ രാജേഷ് അധ്യക്ഷയായി. പഞ്ചായത്ത് മെമ്പർ MK ജോസ്, പ്രിൻസിപ്പാൾ ഷീബ ജോസ്, സ്റ്റാഫ് സെക്രട്ടറി സിൻഡ, PTA വൈസ് പ്രസിഡന്റ് TK ശിവൻ, സീനിയർ അധ്യാപകൻ വർഗീസ്, SMC ചെയർമാൻ VS ശ്രീജൻ തുടങ്ങിയവർ സംസാരിച്ചു. വരുന്ന ക്ലാസുകളിലൂടെയും ശിവൻ മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം ഡിവിഷൻ കൌൺസിലർ രമണി പ്രേമദാസൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് K ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ GP ശ്രേയസ്, പ്രധാനാധ്യാപിക വീണ വേണുഗോപാൽ, NSSS ജില്ലാ കോർഡിനേറ്റർ MV പ്രതീഷ്, ആയുർ സുധ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ ക്ലമൻ ഫ്രാൻസിസ്, സജിത് NS, പ്രിൻസിപ്പൽ റിജ TR, പ്രധാനാധ്യാപകൻ വാസുദേവൻ, മദർ PTA പ്രസിഡന്റ് സ്വപ്ന സന്തോഷ് എന്നിവർ സംസാരിച്ചു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം പുല്ലഴി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സ്റ്റേറ്റ് കമ്മിറ്റി അംഗം സുരഭില രമണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് T രഘുറാം അധ്യക്ഷനായി. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവർക്ക് യോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. വൈസ് പ്രസിഡന്റ് M ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി V ചന്ദ്രശേഖരൻ, ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കോടമുക്ക് AM LP സ്കൂളിന്റെ നേതൃത്വത്തിൽ വീട് ഒരു വായനക്കൂട് പദ്ധതി ആരംഭിച്ചു. പ്രധാനാധ്യാപകൻ TU ജെയ്സൺ വിദ്യാർത്ഥിനി NA അവന്തികയുടെ വീട്ടിൽ വായനക്കൂട് ഒരുക്കി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. K അനു വർഗീസ്, KA അനു, ഫെമി ഫ്രാൻസിസ്, AS ജസീന എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച മുപ്പട്ടിത്തറ ഷഹീർ ചാരിറ്റി ഫണ്ട് കുടുംബത്തിന് കൈമാറി. മുല്ലശ്ശേരിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഷഹീറിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കോമ സ്റ്റേജിലായ ഷഹീറിന്റെ ചികിത്സാ ഫണ്ടിലേക്കാണ് സാമ്പത്തിക സഹായം നൽകിയത്. ഹുസൈൻ മുണ്ടത്ര കുടുംബത്തിന് വേണ്ടി ഫണ്ട് സ്വീകരിച്ചു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് RA അബ്ദുൾ മനാഫ്, മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് PM മുഹ്സിൻ, SM അഷ്താഫ് തങ്ങൾ, MK ഹബീബ്, AM അഷ്റഫ് തങ്ങൾ, വാർഡംഗം RV മൊയ്തുദ്ദീൻ എന്നിവർ സംസാരിച്ചു.
ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, മെയിന്റനൻസ് ഗ്രാന്റ് പൂർണ്ണമായി ഉപയോഗിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃക്കൂർ പഞ്ചായത്തിലെ LDF അംഗങ്ങൾ പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ചു. പഞ്ചായത്തിലെ വിവിധ റോഡുകൾക്ക് വേണ്ടി വിവിധ വർഷങ്ങളിലായി അനുവദിച്ച 2 കോടിയോളം രൂപ ഇനിയും ചെലവഴിക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ലെന്നും ഇതിന്റെ ഭാഗമായി 60ഓളം റോഡുകളാണ് പണികഴിപ്പിക്കാനുള്ളതെന്നും LDF ആരോപിച്ചു. LDF പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി CPM ഒല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം KS റൌസൽ രാജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം KK സലീഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ PR കപിൽ രാജ്, ലിൻഡോ തോമസ്, LDF നേതാക്കളായ VM സിനീഷ്, TM രാജേഷ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും കൂടി ശക്തമായ മഴ തുടരാൻ സാധ്യത. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വെള്ളിയാഴ്ചയോടെ മഴയുടെ തീവ്രത കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തെക്കൻ ഗുജറാത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. വടക്ക് പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും പശ്ചിമ ബംഗാളിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടു. ഇത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി J. ചിത്തരഞ്ജന്റെ സ്മരണാർത്ഥം AITUCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആതുരാലയ കാരുണ്യ സ്പർശം പരിപാടിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ബെഡ്ഷീറ്റുകളും വീൽചെയറും വിതരണം ചെയ്തു. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ലത ശിവദാസ് ഏറ്റുവാങ്ങി. TK സുധീഷ് അധ്യക്ഷത വഹിച്ചു. VR സുനിൽകുമാർ MLA മുഖ്യാതിഥിയായിരുന്നു. KG ശിവാനന്ദൻ, PP സൈലേഷ്, CC വിപിൻ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. മഹാത്മാ അയ്യങ്കാളിയുടെ 84ാം ചരമദിനം AITRM ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി KK ജോബി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. AITRM ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് TM അജേഷ് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് മണ്ഡലം സെക്രട്ടറി KA പ്രദീപ്, CPI ചേർപ്പ് LC സെക്രട്ടറി സനന്ദ് സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9250 രൂപ, പവന് 74,000 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4255 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചാഴൂരിൽ താൽക്കാലിക തടയണയായ കമന്റോ മുഖം തകർന്നു. അരിമ്പൂർ ചേർപ്പ് പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീതിയിൽ. പടിയൂർ പുളിക്കലച്ചിറ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് പൊട്ടിച്ച് വെള്ളം ഒഴുക്കിവിട്ടു തുടങ്ങി. പുല്ലഴി ചെറിയ പാലത്തിൽ ചണ്ടിയും കുളവാഴിയും അടിഞ്ഞു കൂടിക്കിടക്കുന്നു. കോർപ്പറേഷൻ പരിധിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണി. പെട്രോൾ പമ്പിലെ ശുചിമുറികളെ സംബന്ധിച്ച് നിർണായക ഉത്തരവുമായി കേരള ഹൈക്കോടതി. സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപഭോക്താക്കൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്നും ഹൈക്കോടതി. ദേശീയപാത നെല്ലായി ജംഗ്ഷനിൽ സുരക്ഷിതമായ റോഡ് മുറിച്ചു കടക്കുവാനുള്ള സംവിധാനം ഒരുക്കാതെ അധികൃതർ. ട്രാഫിക് സിഗ്നൽ സംവിധാനമോ ഫുട് ഓവർ ബ്രിഡ്ജോ സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം കടലാസിലൊതുങ്ങി. തൃശൂർ കുന്നംകുളം റൂട്ടിൽ മുതുവറയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. കുരുക്ക് മുറുക്കി നിയന്ത്രണങ്ങൾ പാലിക്കാതെ ബസ്സുകൾ. യാത്രാ ദുരിതത്തിൽ സഞ്ചാരികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.